എല്ലാവർക്കും ഓഡിയോ കേടാ. സ്ക്രീൻ കാണാടാ എല്ലാവർക്കും? സ്ക്രീൻ വിസിബിൾ ആണോ? എനിക്കൊന്ന് ഇനി ആൾക്കാർ വരാനുണ്ട്. ചാറ്റിൽ റിപ്ലൈ ചെയ്യണേ ആരെങ്കിലും സ്ക്രീൻ വിസിബിൾ ആണെങ്കിൽ. ഓഡിയോ ഒക്കെ ക്ലിയർ ആണോ? എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മൾ ലിറ്ററലി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ബാക്കിയെല്ലാം. ഐ മീൻ ഡിമാൻഡ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ എക്സ്പെക്റ്റേഷനൊക്കെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതേ എക്സ്പെക്റ്റേഷൻ തന്നെ, ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും. സത്യം പറഞ്ഞാൽ ബിറ്റ് കോയിനൊക്കെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് ഓൾറെഡി എന്താ പറയുക മുകളിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കൺഫർമേഷൻസ് ഒക്കെ ഉണ്ട് ഈ ഏരിയയിൽ ഓൾറെഡി. സോ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഇൻവെസ്റ്റ് ചെയ്യാം. എല്ലാം ഒരു ഡിമാൻഡ് ഏരിയയിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ നോക്കിയ മേജർ ആയിട്ടുള്ള എല്ലാ ബിറ്റ് കോയിൻ പെയർസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു ഡിമാൻഡ് ഏരിയയിലാണ് ഉണ്ടായിരുന്നത്, ബിറ്റ് കോയിൻ ഉൾപ്പെടെ. സോ ബിറ്റ് കോയിൻ ഓൾറെഡി എനിക്ക് താഴത്തെ ടൈം ഫ്രെയിമിലൊക്കെ ഒരു അക്യുമുലേഷൻ എന്തായാലും കാണാം. സോ ഡയറക്ഷണലി നമ്മളിനി മുകളിലോട്ട് പോകാനായിരിക്കും സാധ്യത കുറച്ച് സമയത്തേക്കാണെങ്കിലും. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇത് മുകളിൽ പോകുന്നതാണ്. നമ്മൾ ആ ഡിമാൻഡിൻ്റെ ഏരിയ ലാസ്റ്റ് എന്തൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാനുണ്ടോ എല്ലാം മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇപ്പം വൈക്ക് ഓഫ് നോക്കുന്ന ആൾക്കാർക്കറിയാം നമ്മൾ ലിക്വിഡിറ്റി രണ്ട് സൈഡിലും സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, അക്യുമുലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടെസ്റ്റിന് ഇതുവരെ നമുക്ക് എൻട്രി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇതുവരെ പ്രൈസ് വന്നിട്ടില്ല. പക്ഷേ ഒബ്വിയസ്ലി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റിലാണുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ, ട്രേഡിങ്ങിനാണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക ലോങ് ടേം എന്തായിരുന്നാലും ഇത് ബൈ സൈഡിലോട്ടായിരിക്കും പോവുക. സോ ഇൻട്രാഡേക്ക് നിങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ഹോൾഡിങ്ങിനൊക്കെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഓർക്കുക, സ്മാർട്ട് മണി ഓൾറെഡി ബൈ സൈഡിലോട്ട് എൻ്റർ ആയി കഴിഞ്ഞു. അവരുടെ ലാസ്റ്റ് സെല്ലുകളെല്ലാം കഴിഞ്ഞു. സോ നിങ്ങളിനി സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് മണിയുടെ ബൈയുടെ അഗെയിൻസ്റ്റ് ആയിരിക്കും, വിജയസാധ്യത കുറവായിരിക്കും. സോ അതുകൊണ്ട് സെല്ലൊന്നും ചെയ്യാൻ നിൽക്കണ്ട. മാക്സിമം നിങ്ങൾ ഈ ബൈ ഓപ്പർച്യൂണിറ്റിയിൽ എൻ്റർ ചെയ്യാൻ നോക്കുക. സോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ നിൽക്കുന്ന ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസ് നമ്മൾ ഹയസ്റ്റ് ഹൈ ഇനി ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ക്യാൻഡിലൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വീക്കിലിയിൽ നമ്മളൊരു ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ആ ഒരു എക്സ്പെക്റ്റേഷനാണ് ബിറ്റ് കോയിൻ ഉള്ളത് എനിക്കിപ്പോൾ ഈ ഡിമാൻഡ്. അഥവാ ഇത് ഫെയിൽ ആയാലും താഴെ ബൈ തന്നെയാണ് നോക്കുന്നത്. ബട്ട് ആ ഏരിയയിൽ നിന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പ്രൈസ് മുകളിൽ പോകാൻ. സോ സ്റ്റിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ. പിന്നെ നമുക്കുള്ളത് എത്തേറിയാണ്. സെയിം ഡിറ്റോ. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കണ്ടോ എല്ലാം ഒരുപോലെയാണ് പോകുന്നത്. എത്തേറിയോ ആ ഒരു ഏരിയയിൽ തന്നെ. ഇവിടെയും ലോ ടൈം ഫ്രെയിമിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അക്യുമുലേഷൻ എല്ലാം കഴിഞ്ഞു. പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള മിറ്റിഗേറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഹൈ പ്രൈസസ് ഓൾറെഡി ആയി. ഇത്രയും നേരം നമ്മൾ എന്താ പറയുക സെല്ലായിരുന്നു, സപ്ലൈ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ലിക്വിഡേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ താൽക്കാരെല്ലാം സ്മാർട്ട് മണിയുടെ രീതിക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇനിയും മിക്കവാറും ഹയർ പ്രൈസസ് ഡെലിവറി ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും. ഇവിടെ ഉള്ള ഒരു സപ്ലൈയും ഹോൾഡ് ചെയ്യാൻ സാധ്യതയില്ല. ചെറിയൊരു മിറ്റിഗേഷൻ, ചെറിയൊരു മൊമെൻ്റ് ഒക്കെ കിട്ടുമായിരിക്കും താഴോട്ട്. പക്ഷേ ഓവറോൾ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ബൈ സൈഡ് ആയിരിക്കും. സോ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി സെല്ല് ചെയ്യാൻ നിൽക്കരുത്, വൻ പണികളൊക്കെ കിട്ടും. ഓക്കെ, സോ ഒബ്വിയസ്ലി എക്സ്പെക്റ്റേഷൻ ആ പുതിയ ഒരു ഹൈ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യാൻ സാധ്യത തന്നെയാണ്. ഇത് നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ ബിറ്റ് കോയിൻസിൽ മാത്രമല്ല, മേജറായിട്ടുള്ള എന്താ പറയുക എനിക്കൊന്ന് പേയേഴ്സിൽ പോലും, ഫോറക്സ് പേയേഴ്സിൽ പോലും എനിക്കൊന്ന് നല്ലൊരു റാലി കാണാം നമുക്ക് ഈ കൊല്ലം, മുകളിലോട്ടായാലും താഴോട്ടായിരുന്നാലും. ഓക്കെ, സോ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ നോക്കുക. അപ്പോൾ എത്തീറിയവും ബിറ്റ് കോയിനൊക്കെ ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ്, ഡിമാൻഡിൽ തന്നെയാണ് ഉള്ളത്. മേടിക്കാൻ
പറ്റിയ അവസരത്തിലാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളെ കൺഫർമേഷൻ്റെ രീതിക്കൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്താൽ മതി. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ എലമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ നിങ്ങളെ ബാക്ക് എൻഡിലെ ഡേറ്റയൊക്കെ നോക്കുക. ഇവിടുത്തെ മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് കൺഫർമേഷൻ എടുക്കണം, എങ്ങനെ സ്ട്രക്ചർ ഫോളോ ചെയ്ത് പോകാമെന്നുള്ള രീതിക്ക് കൺഫർമേഷൻസ് ഒക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. കണ്ണു അടച്ച് ഇവിടെ ആർക്കും ഇവിടെ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല തരുന്നത്. സോ നിങ്ങളുടെ രീതിക്കുള്ള കൺഫർമേഷൻസ് എടുത്തിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഇത് മുകളിൽ പോകാനാണ്. Forex ഇപ്പോഴും നത്തിങ്. കാരണം ഞാൻ ഉദ്ദേശിച്ച ഏരിയ നിങ്ങൾക്ക് അറിയാം, അവിടെ എത്തിയിട്ടില്ല. ഞാൻ ഇവിടെ ഒന്നും നോക്കുന്നില്ല. ഇവിടെ എത്തിയാൽ ബൈ നോക്കും, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. സോ ഇവിടെ തൽക്കാലം എനിക്കിവിടെ പേഴ്സണലി ഒന്നുമില്ല. ഈ ഒരു എന്താ പറയുക, ലിക്വിഡിറ്റി ബിൽഡപ്പ് ഉണ്ട്. ഓൾറെഡി നമ്മൾ ബ്രേക്ക് ചെയ്ത് തുടങ്ങി. നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഈ ഒരു പാറ്റേണൊക്കെ നമുക്ക് അറിയാമല്ലോ. സോ ഇതൊന്നും ഞാൻ നോക്കുന്നില്ല, നമുക്ക് ഈ പാറ്റേണിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇത് ഇവിടെ വന്നിട്ട് മുകളിൽ പോകാനാണ്. സോ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ലിക്വിഡിറ്റി നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏത് സൈഡിൻ്റെ എല്ലാം എടുത്തിട്ട് എല്ലാ ലിക്വിഡിറ്റിയും മിക്കവാറും ഈ ലോ എല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കും മിക്കവാറും നമ്മൾ മുകളിലോട്ട് പോകാൻ സാധ്യത. ഓക്കെ, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഇതിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തക്കവണ്ണം ഇപ്പോൾ തെളിവോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതിലൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ADAയും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മളിവിടെ ഓൾറെഡി അപ്പ് സൈഡാണ് എക്സ്പെക്ട് ചെയ്തത്. എല്ലാം ഡിമാൻഡിലാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിക്ക പേഴ്സും അല്ലേ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു അക്യുമുലേഷൻ കഴിഞ്ഞ് നമ്മളിവിടെ ഓക്കെ പ്രൈസ് ഓൾറെഡി ഹൈ പ്രൈസസ് ഡെലിവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബൈയുടെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് കാണാം ഇവിടെ. ആ ഒരു ബൈയുടെ പവർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഓൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ട് സ്മാർട്ട് മണി. ബൈ ഓർഡേഴ്സ് എല്ലാം അവരുടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബൈ ഓർഡേഴ്സ് മാർക്കറ്റിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെല്ലേഴ്സിനെ ലിക്വിഡേറ്റ് ചെയ്ത് തുടങ്ങി. സോ മിക്കവാറും ഇതിൽ ഇനി നല്ലൊരു പുഷ് തന്നെ ആയിരിക്കും നമുക്ക് മുകളിലോട്ട് കിട്ടുക. സോ അത് ക്യാപ്ചർ ചെയ്യാൻ നോക്കാം നമുക്കല്ലേ. ഈ ഒരു ഓരോ ബൈ ഓർഡേഴ്സിൻ്റെ പവർ നിങ്ങൾക്ക് കാണാം. ഈ ഒരു പുഷ് തന്നെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം അല്ലേ. ഇത്രയും നേരം സെല്ലായിരുന്നു. നമ്മൾ സപ്ലൈ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന മാർക്കറ്റിൽ നമ്മൾ ഷിഫ്റ്റായി ഇപ്പോൾ ഡിമാൻഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് മുഴുവൻ അല്ലേ. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പ്രൈസിന് ഹൈ പ്രൈസസ് പോകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. നമുക്ക് ആ ഹയസ്റ്റ് ഹൈയുടെ ബ്രേക്ക് കിട്ടാം. ഓക്കെ, ഒബ്വിയസ്ലി സമയമുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ എത്ര നാൾ നിന്നിട്ടാണ് ഇനി എന്താ പറയുക ഇത് ബ്രേക്ക് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്ര ആഴ്ചകൾ എടുക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റേഷൻ അത് ബ്രേക്ക് ചെയ്യണം. മുമ്പത്തെ ഓർഡർ ഫില്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുമ്പും ആ ഏരിയയിൽ നിന്നാണ് ഈ ബൈ ഓർഡേഴ്സ് ഫില്ലായിട്ടുള്ളത്. സോ അതുപോലെ തന്നെയാണ്. സോ നമുക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ വെക്കാം. വീണ്ടും ആ ഒരു മൂവ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളെ പേഴ്സണൽ കൺഫർമേഷൻ്റെ രീതിക്ക് നിങ്ങൾക്ക് ഇതിൽ ട്രേഡ്സ് നോക്കാം. ഓക്കെ, സോ എല്ലാം ഡിമാൻഡ് സൈഡാണ്. ബൈ ഇതിലൊന്നുമില്ല. ബൈ സൈഡ് അല്ലേ, BTC ഇട്ട് നോക്കി പറയുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ ലൈറ്റ് കോയിൻ ആണ്. ലൈറ്റ് കോയിൻ നമ്മൾ ഹാർമോണിക് സെർച്ച് രീതിക്ക് ഓൾറെഡി ബൈ സൈഡിലോട്ടുള്ള പുഷ് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആദ്യത്തെ ടാർഗറ്റ് വരെ എന്തായാലും നമുക്ക് ആവശ്യം എന്താ പറയുക പ്രൈസ് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇംബാലൻസ് ഒക്കെ ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. സോ ഈ ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എന്തായാലും ഇംബാലൻസ് ഫില്ല് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതും കഴിഞ്ഞ് പ്രൈസ് ഫോഴ്സ്ഫുള്ളി നല്ല പവറോട് തന്നെ ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം ആ ബൈസ്. ഓക്കെ, സോ ഓൾറെഡി ലോ ടൈം ഫ്രെയിം എനിക്ക് വന്നു. ഇവിടെയും അക്യുമുലേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ കാണാം അല്ലേ. നമ്മൾ ലിക്വിഡിറ്റി എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ലോ ക്ലിയർ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഹൈസ് ആണ് ക്ലിയർ ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ ഹൈസ് ലിക്വിഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് എക്സ്പെക്റ്റേഷൻ നമുക്ക് വെക്കാം ഇനി ഹൈ പ്രൈസസ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് എന്താ പറയുക ഈ $192 ഏരിയയിൽ നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ $232 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് ലൈറ്റ് കോയിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഓൾറെഡി ആ ഡിമാൻഡിൻ്റെ ഏരിയയിൽ നമ്മൾ മുകളിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇതിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്ന അവസരങ്ങളിൽ ഇൻവോൾവ് ആവുക. നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു $200 അല്ലെങ്കിൽ $190 മാർക്കിൻ്റെ അവിടെ നമുക്ക് എന്തായാലും പ്രൈസിന് എക്സ്പെക്റ്റ് ചെയ്യാം എത്തുമെന്ന്. ഓക്കെ, സെയിം തന്നെയാണ് വെറ്റിൻ്റെയും കാര്യം. വെറ്റും നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക് നമ്മൾ മാർക്ക് വെച്ച് ചെയ്യുന്ന ഡിമാൻഡ് ഏരിയയിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ അക്യുമുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് നോക്കാം എന്ത് സംഭവിച്ചെന്ന്. ഇവിടെയും ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെറ്റും ഏകദേശം നമ്മുടെ എന്താ പറയുക നമ്മുടെ ലൈറ്റ് കോയിൻ പോലെ തന്നെ ആയിരുന്നു. ലോ ലിക്വിഡേഷൻ ഫൈനൽ സെൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്ന് ബിഫോർ ബൈ. സോ അവരുടെ സെൽ ഓർഡേഴ്സ് എല്ലാം കഴിഞ്ഞു. ലോവസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുണ്ട്. ഡിസ്കൗണ്ട് മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇനി ഹയർ പ്രൈസസ് പോകാൻ തന്നെ ആയിരിക്കും സാധ്യത ഈ ഒരു ക്രിപ്റ്റോ പെയറിലും. ഓക്കെ, സോ ഇൻവോൾവ് ആവാൻ പറ്റുന്ന രീതിക്ക് നിങ്ങളെ കൺഫർമേഷൻ്റെ രീതിക്ക് നിങ്ങൾ ഇൻവോൾവ് ആവാൻ നോക്കുക ഇതിലൊക്കെ. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നെങ്കിൽ. ഓക്കെ, സോ ഇതിൻ്റെയും ടാർഗറ്റ് ഏകദേശം ഞാൻ നോക്കുന്നത് ഏകദേശം ഈ ഒരു ഏരിയയാണ്. 120 എന്താ പറയുക 1.2 ഒരു എന്താ പറയുക സെൻസ് ആ ഒരു ഏരിയയിലാണ്.
$1 പോലും അല്ല. ഓക്കെ, പിന്നെ ചിലപ്പോൾ ഇത് ആ ഏരിയയിലും ഇപ്പോൾ അവിടെ ഇംബാലൻസുകളൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിലും അല്ലേ നമുക്കിവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്, അവിടെ ഇംബാലൻസ് എടുക്കണം, അൺമിറ്റിഗേറ്റഡ് ആണ്. സോ ആ ഏരിയയിലോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ എന്തായാലും ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് അച്ചീവ് ആയി കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും പുഷ് ചെയ്ത് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓബിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, അതുവരെയും ഹോൾഡ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ എങ്ങനെയാണ് മൂവ്മെൻറ്റ്. അതുപോലെ ഇരിക്കും. എന്തായാലും ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് ഇവിടെയല്ല. നമ്മളിപ്പോൾ കണ്ട മിക്ക പേയേഴ്സിലും ബൈ സൈഡിലോട്ടുള്ള കൺഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ആ കൺഫർമേഷൻ ഇല്ലായിരുന്നു. ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുമ്പത്തെ ആഴ്ചയൊക്കെ നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ആ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ കൺഫർമേഷൻ ഉണ്ട്. ലാസ്റ്റ് സെല്ലേഴ്സിന് വരെ ലാസ്റ്റ് സെല്ലിംഗ് ഓർഡേഴ്സ് വരെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിനി എക്സ്പെക്ട് ചെയ്യാം ഹയർ എന്താ പറയുക, ഹയർ പ്രൈസസ് ആയിരിക്കും ഇനി മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും നേരം സെല്ലായിരുന്നു. സോ ഒബിയസ്ലി നമുക്ക് അതിൻ്റെ അഗേൻസ്റ്റുള്ള ബൈസ് എന്തായാലും കിട്ടണം, ഒരു എക്സോഷൻ എന്തായാലും കിട്ടണം. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പ്രൈസ് മുകളിലോട്ട് പോകുന്നുള്ള രീതിക്ക്. ഓക്കെ, പിന്നുള്ള ഓക്കെ RBN നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റേഷനൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീക്കിൽ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലിറ്ററലി ആ ഏരിയയിൽ നിന്ന് സെല്ലാണ്. ഇപ്പം ഇത് ഞാൻ തൽക്കാലം ഹാർമോണിക്സിൻ്റെ കാര്യം നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഓക്കെ, എൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രൈസ് ഇപ്പം ഈ കാണുന്ന ഡി പോയിൻ്റ് ബ്രേക്ക് ചെയ്യാനായിരിക്കും സാധ്യത ഇങ്ങനെയാണെങ്കിൽ. ഓക്കെ, പിന്നെ താഴെ ഡിമാൻഡ് ഏരിയ ഉണ്ട് ഓൾറെഡി. സോ മിക്കവാറും ഇതിവിടെ വന്നിട്ട് ചിലപ്പോൾ ഇത് പോവാം. ഇല്ല, ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പോകാൻ സാധ്യതയൊന്നും ഇല്ലാതില്ല. വേണമെങ്കിൽ അതും ചെയ്യാം. ഓക്കെ, നമുക്കറിയത്തില്ല. പക്ഷേ സ്ട്രക്ചർ ഫോളോ ചെയ്ത് പോകുന്നെങ്കിൽ ഇപ്പോഴും നമ്മളിപ്പം ഈ ഒരു രീതിക്കാണ് നിൽക്കുന്നത്. ഓവറോൾ നമ്മൾ നോക്കിയാലും ബെയറിഷ് ആണ് ഇതിൽ ഈ പോയിൻ്റ് ഓഫ് ടൈം. ഐ മീൻ ഈ ഒരു നടക്കുന്ന പ്രൈസ് ആക്ഷൻ്റെ രീതിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലോ പ്രൈസസിൽ ബൈ ചെയ്യാം. അറിയത്തില്ല, ചിലപ്പം എല്ലാം എന്താ പറയുക, മേജറായിട്ടുള്ള എല്ലാ ബിറ്റ് കോയിൻ പേഴ്സും മുകളിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇത് ഫോളോ ചെയ്തേക്കാം. ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഈ രണ്ട് ഏരിയയിലാണ് ഞാൻ എന്താ പറയുക ലിക്വിഡിറ്റി ഹോൾഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ അല്ലേ. ഈ ഒരു ഹൈയും ഈ ഒരു ലോയുമാണ്. നേരത്തെ ലോ ആണ് ബ്രേക്ക് ചെയ്തത്. സോ ഒബിയസ്ലി എക്സ്പെക്റ്റേഷൻ ഇത് നടക്കാനാണ്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാം. ഓക്കെ, തൽക്കാലം ഇതിലിപ്പം വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് നോക്കാം എന്ത് പറ്റുമെന്ന്. ഇതിൻ്റെ എല്ലാം പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു ഓൾറെഡി, അത് വന്നു കറക്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ട് ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇവിടുത്തെ ബൈ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കറക്റ്റായിരുന്നു. പക്ഷേ അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇതിനെ കൊണ്ട് അവസാനം വെക്കാം, നമുക്കിപ്പോൾ ആവശ്യമില്ല. ഓക്കെ ഓക്കെ, ഇത് ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. കറക്റ്റ് നമ്മൾ ഡിമാൻഡ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിക്വിഡിറ്റി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെക്ടർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ. പക്ഷേ അത് ഇതുവരെ താഴെ ഒന്നും വന്നിട്ടില്ല. സോ മിക്കവാറും അത് ആ ലിക്വിഡിറ്റി എടുക്കുക. ഇനി ഇത് ഇവിടെ വരേണ്ട ആവശ്യമില്ല, ഇത്ര അടുത്തല്ല ലിക്വിഡിറ്റിയുടെ. സോ മിക്കവാറും ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ തന്നെ ആയിരിക്കും സാധ്യത. സോ നമ്മൾ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ആയിട്ട് ഇത് നോക്കിയാൽ മതി. പ്രീവിയസ്ലി ഉള്ള വീഡിയോസിൽ നമ്മളിത് ഇവിടെ നിൽക്കുമ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഈ ഏരിയയിൽ നിന്ന് നമ്മൾ മുകളിൽ കയറി പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക്. സോ അത് ഫുൾഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമുക്ക് എൻട്രി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി ഇറങ്ങാൻ പറ്റിയേനെ. ഇതിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു FTMൽ. നമുക്ക് നോക്കാം. സോ ഈ ലിക്വിഡിറ്റി എടുക്കാനാണ് സാധ്യത കൂടുതൽ. ആ $3.4 ഏരിയയിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് സ്ട്രോങ് ആയിട്ടാണ് ആ ബൈ ഓർഡേഴ്സ് ഫില്ലാവുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഡിമാൻഡ് ചെയ്യുന്നത്. റൈറ്റ്, സോ നമുക്ക് നോക്കാം. മാന USDTയിലും ഡിമാൻഡ് ഏരിയയിൽ തന്നെയാണ് ഉള്ളത്. ആൻഡ് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഹൈ പ്രൈസസ് ആണ്. $6 എത്താനാണ് സാധ്യത. ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു $6 മാർക്കിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യാം പ്രൈസ് വരാൻ. ഓക്കെ, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുക എന്നുള്ള കാര്യം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷൻ എനിക്ക് തോന്നുന്നു. BNB ആൻഡ് ഷിബു കൂടെ നമുക്കൊന്ന് നോക്കാം. പ്രശാന്ത് സിംഗ്, ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു ഇൻ ഇംഗ്ലീഷ് ഓൾസോ വൺസ് ഐ കംപ്ലീറ്റ് ദിസ് ഇൻ മലയാളം. ഓക്കെ, എല്ലാം നിങ്ങൾ കണ്ട എല്ലാം കോമൺ ഫാക്ടർ എല്ലാം ഡിമാൻഡിലുള്ള മിക്കവാറുള്ള എല്ലാ പേഴ്സും അല്ലേ. ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും കൺഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കാം. റൈറ്റ്, ഓക്കെ, നമുക്ക് ഓൾറെഡി ഇവിടെ ലിക്വിഡിറ്റി ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഹൈസ് ബ്രേക്ക്. ഓക്കെ, ഇതും എന്തായാലും ബുള്ളിഷാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്കൊരു എൻട്രി എടുക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു കാണാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ. സോ ഈ ഒരു ടാപ്പിൽ നമുക്ക് എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഒബിയസ്ലി സ്മാർട്ട് മണി, നമ്മൾ ആ സ്മാർട്ട് മണി പിള്ളേർക്ക് ഇത് മനസ്സിലാവും. നമ്മൾ ആ റേഞ്ച് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദ എയിം ഈസ് $6 മാർക്ക്. സോ
ഓൾറെഡി ലാസ്റ്റ് വീക്ക് ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഏകദേശം ദാറ്റ് ഈസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ്. ഒബിയസ്ലി ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. സോ 1:12 സംതിങ് ലൈക്ക് ദാറ്റ്. 12 ആറിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ഹൗ മച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് യു മേക്ക്. എനിവേ എല്ലാം ഒരു ബൈ സൈഡിനുള്ള കൺഫർമേഷൻസ് തന്നു തുടങ്ങി. ഞാൻ ഇവിടുത്തെ ഇനി ഈ സെൽസ് ഒന്നും നോക്കുന്നില്ല. കാരണം ഇനി ഇതിൻ്റെ താഴെ പോവുകയാണെങ്കിൽ എന്താ പറയുക, ലിറ്ററലി നമ്മൾ ഇങ്ങ് താഴേക്ക് വരും. സോ അതിനുള്ള ചാൻസ് ഇപ്പോൾ തൽക്കാലം കുറവാണ്. കാരണം നമുക്കിപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽസ് പോലെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ബൈയിങ് പ്രഷറാണ്. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പ്രൈസ് മുകളിലോട്ട് പോകാൻ തന്നെ മാനയിലും. ഓക്കെ, സോ ഇതിപ്പോൾ ഏകദേശം എന്താ പറയുക, $3 റേഞ്ചിൽ കിടന്നാണ് കളിക്കുന്നത്. ഇതൊരു $6 വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, BNB സെയിം ഡിമാൻഡ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എത്തേറിയം, ബിറ്റ് കോയിൻ, BNB ഒക്കെ ഒരേപോലെ പോകുന്ന സെയിം മൊമെൻറ്റം, റൈറ്റ്. സോ എക്സ്പെക്റ്റേഷൻ ഇവിടെ നിന്നുള്ള ആ മുകളിലോട്ടുള്ള ഫൈനൽ എന്താ പറയുക, ആ ലിക്വിഡിറ്റി എടുക്കാനാണ് $695 മാർക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇവിടെ ഓൾറെഡി കൺഫർമേഷനൊക്കെ ലോ ടൈം ഫ്രെയിമിലുണ്ട്. ബൈ സൈഡ് തന്നെയാണ് എല്ലാം. നോക്കി കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെയാണ് മൂവ് ചെയ്യുന്നത്. എല്ലാം അല്ല, ലോ ഹൈ ലോവർ ലോ, ലോ ഹൈ ലോവർ ലോ, ലോ ഹൈ ലോവർ ലോ. നൗ വി ഹാവ് സ്റ്റാർട്ടഡ് ടു ബ്രേക്ക് ഹൈസ്. ഹൈ ബ്രേക്ക് ചെയ്ത് തുടങ്ങി, ഹയർ ഹൈ ഉണ്ടാക്കി തുടങ്ങി. സോ പോസിബിലിറ്റി ഹയർ പ്രൈസസിനുള്ള തന്നെയാണ് ഇതിലും. ഓക്കെ, സോ എല്ലാ സ്ഥലത്തും കൺഫർമേഷൻ ഉണ്ട്. ഇനി നിങ്ങളെ കൺഫർമേഷൻ ടൈപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ എൻട്രി എടുക്കൽ മാത്രമേ ചെയ്യാനുള്ളൂ. ഐ മീൻ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള രീതിക്ക്, റൈറ്റ്. സോ ഇതിലും പൈസയുടെയാണ്. BNBയിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. ഷിബും അതുപോലെ തന്നെ. ഷിബ് ഒരു ഡിമാൻഡ് ഏരിയയിലാണുള്ള. ഷിബ് ഈസ് എ വെരി ലോ പ്രൈസ്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിലാണ് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുറച്ച് മെമ്പേഴ്സ് ഓൾറെഡി ഇതിൽ എൻട്രീസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. If you wish to involve, okay, you can start taking trades. ഒരു എക്സ്പെക്റ്റേഷൻ ഈസ് പ്രൈസ് ഏകദേശം ഈ ഒരു ഏരിയയിൽ വരാൻ സാധ്യതയുണ്ട്. If it is coming back to this area, we can invest on a discounted price again. It's like almost 2750, that range. Okay, സോ അവിടെ വരികയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ എന്ത് ചെയ്യാം, കുറഞ്ഞ കാശിന് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. നല്ല റിട്ടേൺ ആണ് ഇതിലുള്ളത്. ഓക്കെ, ലൈക്ക് ഈ ഒരു ടാർഗറ്റ് വരെ ഉണ്ട് നമുക്ക്. സോ ഓൾമോസ്റ്റ് 28 hour കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇത് നിങ്ങളെ കൺഫർമേഷൻ രീതിക്ക് നോക്കുക. ഞാൻ സ്മാർട്ട് മണിയുടെ രീതിക്കാണ് ഇതെല്ലാം അനലൈസ് ചെയ്യുന്നത്. സോ സ്മാർട്ട് മണിയുടെ രീതിക്കായിരിക്കും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരിക. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ട് ബ്രേക്ക് ഓഫ് സസ്റ്ററാണ് എല്ലാവരും നോക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയാം, ഇത് ഓൾറെഡി EMC നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം ഇത് ഡബിൾ ബോട്ടത്തിൻ്റെ ഏരിയയാണ്. സോ നമുക്ക് ആ രീതിക്ക് നോക്കാം. ഇത് വീക്കിലി ആയിരിക്കത്തില്ല, ശാലും കൂടെ ഡെയിലി 2 ഡേ ടൈം ഫ്രെയിമിലൊക്കെയാണ് ഇതിൻ്റെ ക്ലീൻ സ്ട്രക്ചർ ഉണ്ടാവുക. ഓക്കെ, സോ നോക്കുക, എല്ലാവരും കൺഫർമേഷനൊക്കെ നോക്കി അവരുടെ കൺഫർമേഷൻ നോക്കി എടുത്താൽ മതി. നല്ല ലിക്വിഡിറ്റി ബിൽഡപ്പ് ഇതുവരെ ഉണ്ട്. ഇവിടെ ഒന്നും മിറ്റിഗേറ്റ് ചെയ്യാനൊന്നുമില്ല. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. എൻ്റെ ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി ഉണ്ട്. സോ ഓബിയസ്ലി അത് ഫില്ല് ചെയ്യാൻ എന്തായാലും വന്നേ പറ്റൂ. ബട്ട് ഇതൊന്നും പുതിയ ലോവർ ലോയ്ക്ക് ഹോൾഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല. സോ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നോ, സാധ്യതയില്ല. സോ സെൽ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ, ഓൺലി ഫോർ ബൈസ്, ലുക്കിംഗ് ഓൺലി ഫോർ ബൈസ്. സോ ഇതെല്ലാം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ഷിബ് ഉൾപ്പെടെ, റൈറ്റ്. സോ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഇൻവോൾവ് ആകുക. എല്ലാം നല്ല ലോവർ പ്രൈസസിലാണ് ഉള്ളത്. സോ നിങ്ങൾ ഒന്ന് നോക്കി ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ? ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് വീക്കിലൊക്കെ അനലൈസ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. സോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ കൺഫർമേഷൻ നോക്കി ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? എവറിബഡി ക്ലിയർ? So I'll explain now in English also, so that our English viewers can understand. All right. So starting with BTC, if you look at the weekly chart, everything's on a demand. Even on last week, it was on demand. If you look at the previous videos of analysis, last Saturday and all. So our expectation still is that price would, go up from this area or that area. That was the plan. It has already started to give us confirmations that it has
shifted to go upside. So already on the 1 hour, or if you take the 4 hours, I think it's already started to shift. There is an accumulation here. If you know Wyckoff, you'll understand. So the accumulation has played out. We have already started to see institutional investors started to make price go higher and higher. So they are creating the demand now. So I believe no more sells. No more sells in the sense investment point of view. We are expecting that. So if you, it's on a good level to invest right now. Anyway, so if you have an opportunity, you can invest on Bitcoin. Obviously, don't just take this blindly. Do your research as well. But it seems everything is on a demand, right? If you look at Ethereum, also it is also on a demand area right now. All is like ditto, copy paste, right? So even Ethereum is also on a demand, and it has also started to shift to the upside. Already an accumulation has played out, so you can expect higher prices even on Ethereum. All right, everything is going to go up, I believe. Okay, Forex not yet, because maybe it might go up from here, maybe because of the thing. But for me, I am personally looking for it to tap here for my investment plan, but it has not come down, so I'm not looking for anything currently. Okay, unless and until something like this breaks. Maybe if that breaks, then also I'll be a little bit cautious, but only if that breaks, I'm looking for something to buy at lower price here, which I don't believe is going to happen, or something like that can happen still. So yeah, nothing on this currently. I'm not planning to invest on anything on this particular pair. All right, then we have ADA again on a demand, already started to shift. Already buy orders started to fill in. We can already see how strong the buy orders were from that area before. Right. So obviously there might be mitigation and now new investments coming in to meet the higher prices, right? Obviously, so we can expect price to go up, break that $3 mark for that higher prices, right? The higher high, new higher high. So again, it has already shifted to higher side, accumulation again, sell, now shifted to buy. So we can expect buy side orders is going to fill pretty rapidly, just like what happened here. You see at these cells on a weekly time frame, it took how much? 1 2 3 4 5 6 7 8 9, almost 10, right? 1 2 3 4, and it took less than 10 to go up. Here also it has taken a lot of weeks to come down for that mitigation. It has to sell. Now it has started to take down. It might go rapidly for the buys. You can see this particular candle itself, the buy power has come in. It has started to shift, right? So we can expect higher prices even on ADA USDT. And the next one is Litecoin, again expecting bullish price action. This is based on harmonics. Again, liquidity, structure, mitigation, that is what harmonics is, nothing else. Okay, so we are expecting price to come up there or maybe there. So I'm just holding till there. I'm not going to hold for higher prices because my overall expectation is bearish for this thing. So I'm expecting price to come here or here. So I'm going to hold till here or here if I have an investment. Okay, so obviously it has also started to shift. We already have a good accumulation, already shifted. Everything has accumulated. All the final cells has been completed to mitigate. So now we have started to shift to the upside. So it's just confirming and taking trades based on your confirmation for investment. So you can if you are confident enough, you can have an investment on Litecoin also, and you can hold up to here or here. The final target is obviously around $230 mark, but it's better to book your good profits as $190 level, because in harmonics usually the probability of second targets hitting are lesser compared to the first target. First target you'll get, second target not so much. Okay, so I'm planning to hold it till here, and maybe if it is showing any intention to go up, then I might hold it longer. Okay, so currently no other plan. Then we have wet, also on a demand area, also a harmonic pattern, and I have my targets. So
First target is around that area. The second target is around 14 cents, that area. Okay, so 11 and 14, almost 12 cents and 14 cents of area. So I'm just planning, to hold till there is a much more probability on this one to come here based on supply, demand, and imbalance. But yeah, let's see how this plays out, and we'll look on the coming weeks, right? We'll understand how this is going to play out. But everything is also on a, if you see, everything is also on a demand level. Nothing in this, because we have already had an opportunity to enter at this demand point. This was the lowest price we could have bought. We have already approached the target. I am not planning to invest on anything during this push. I rather wait for the dip, just like all the great traders say, you have to wait for the dip, right? This was that dip. If you would have entered here, now you have, you would have rided this profit. Now it has already gone up, so wait for the next dip to happen to buy. So yeah, this was a good trade if you have got an investment here. They already predicted this to happen. So yeah, from the demand, buy order started to fill. So no opportunity in here currently, maybe on lower time frames. So this is weekly, right? Daily, 4 hours. So maybe on daily, let's say if it is going to come back to this demand area, we can buy that area. I don't know if it is going to come back. So if it is coming in that area, then yeah, we can look for buys again. We can target those highs. We already had one, if you see here, right? We had this demand area also, which came back. We could have bought there, then we could have taken the price higher. Okay, so it's all demand and supply. And the patterns, our members, if you're looking at the patterns, this is DB, right? There was a good opportunity to buy. Anyways, yeah, currently on this weekly time frame, nothing to look at. Okay, weekly is already on a push. We have mana also. It is also on a demand level. I feel it has also started to shift. We have already got an accumulation. Yep. So yeah, everything is on a bullish run currently. All we need is a confirmation from our end based on what kind of strategy we use to capture the moves to the upside. Everything is starting to run from that demand area. So yeah, don't take this all blindly and go invest. You have to do your research from your side. This is not financial advice. This is for the members on our community. They have a confirmation, template with them because they are in the course. If you are somebody watching outside and if you are planning to invest, please do your research and then you invest. All right, don't blindly do this. Our members have their confirmations and they look into that to invest. They know their risk factor, they know how to manage their risk, so they have an easy way. And yeah, even BNB also has started to go up from the demand area and already started to shift. So if you can get any opportunity to buy, enter, and hold for the highs, right? So we can expect higher prices. $692 is what the highest price we are expecting this to reach. So yeah, it's on the dip right now. If you're planning to buy, you're buying at the dip, right? We are already started to see that buy order starting to fill. So it's a good enough evidence for you to get involved. Hopefully you guys understand. Okay, and finally we have SHIB. SHIB is also on a demand level. Although everybody is talking about this as a meme coin, blah 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 blah, you need to understand there should be an investment. Somebody has to invest for price to go up this much. Understand? Some bank, something has to invest, right? Even if this is pump and dump, whatever it is, okay, we trust the chart rather than we trust the news. All right, so let the chart say otherwise, then we'll believe otherwise. At this point of time, it is all bullish, and I believe price might go up from this area. It has already come back to that demand area, has already shifted. So I feel this is going to go up with this kind of liquidity build up here. I expect those highs to be cleared. There are a lot of institutions who had sold on this fake demand, the fake supplies. So I'm expecting the other bigger institutions to take this higher prices against these institutions here.
All right. So yeah, everything is on a buy side, on a buy run. So if you get an opportunity to invest and hold based on your confirmation, please do. And like I said, this is not a financial advice. We do this every week for our members on the community. That's the reason why you are seeing this right now. All right. Hope you guys understood. Any other questions or any other pairs you would like to look at, you let me know. Crypto. Okay, so we'll have a look, then we will stop the live session. ഏതെങ്കിലും പെയർ ആർക്കെങ്കിലും എന്തെങ്കിലും നോക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. ക്രിപ്റ്റോയുടെ രീതിക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. ചാറ്റിലിട്ടാൽ മതി, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എനി പെയർസ് ഓർ എനിത്തിങ് യു വുഡ് ലൈക്ക് ടു അനലൈസ്. യു വുഡ് ലൈക്ക് മീ ടു അനലൈസ്, I mean. So I'll analyze for you and I'll let you know on my thoughts on the thing. Okay, so I hope everybody has understood today's analysis. And yeah, you can watch this back and you can do your research and then look for the investment. Personally, everything for me is on a demand area and looking for buys only, nothing else. So if you have any doubt, you can comment on this video below and we will get back to you also. So guys, thank you and see you next week. So if you are new to this channel and if you're watching this for the first time, do subscribe, press the bell icon so that you'll have your update whenever we come online. All right, so take care guys. Happy weekend to all.